നാടകാചാര്യൻ നെന്നൻ പിള്ളയുടെ വേർപാടിന് 3 പതിറ്റാണ്ടു തികയുകയാണ് ഇന്ന്. സുപ്രീം കോടതി എന്ന നാടകത്തിലൂടെ മഹാത്മാഗാന്ധിയെ സാക്ഷിയാക്കി ഗോഡ്സെ വിചാരണ, ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിലൂടെ അന്ധവിശ്വാസത്തിനെതിരെ കുരിശുയുദ്ധം, കൊല്ലം സ്വദേശി ബിജു നെട്ടറ സംവിധാനം ചെയ്ത നെന്നൻ പിള്ള എന്ന നാടകക്കാരൻ ഡോക്യുമെന്ററിക്കും പ്രായം 36. ഞാൻ പഠിച്ച രാഷ്ട്രീയം എന്താണെന്നറിയോ? സൂത്രഭാഗത്തിൽ എനിക്ക് രണ്ടാറുണ്ട്. അതിലൊന്നിനെ ഞാൻ തനിക്ക് വരുന്നു. അതാണ് സോഷ്യലിസം. എൻ്റെ രണ്ടാടിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് 2 കുടം പാല് വീതം ദിവസം തരണം. അതാണ് കമ്മ്യൂണിസം. 1952 വിശ്വകേരള കലാസമിതിയിലൂടെ മനുഷ്യനെന്ന ആദ്യ നാടകം ആധുനിക ദർശനങ്ങളെ പ്രമേയമാക്കി നെന്നൻ പിള്ള അവതരിപ്പിച്ചു. 1964 നെന്നൻ പിള്ളയുടെ ലോകപ്രശസ്ത നാടകം കാബാലിക പിന്നീട് മകൻ വിജയരാഘവൻ സംവിധാനം ചെയ്തപ്പോൾ ഡോക്യുമെന്ററി സംവിധായകനും നടനുമായ കൊല്ലം സ്വദേശി ബിജു നെട്ടറയും അതിൽ വേഷമിട്ടു. എന്നുമാത്രമല്ല, അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്നു. നെന്നൻ പിള്ളയെ നെഞ്ചേറ്റിയ ബിജു നെട്ടറ 1988 സംവിധാനം ചെയ്ത നെന്നൻ പിള്ള എന്ന നാടകക്കാരൻ എന്ന ഡോക്യുമെന്ററിക്കും ഇപ്പോൾ പ്രായം 36. ഭീരുക്കൾക്ക് ചാരാനുള്ള മതിലാണ് ദൈവവും മതവിശ്വാസവും. എനിക്ക് ആ മതിൽ വേണ്ട, എനിക്ക് ആ ഭയവുമില്ല എന്ന് പറഞ്ഞ നെന്നൻ പിള്ളയെ പറ്റി എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്ററി എടുക്കാതിരിക്കുക? അപ്പോൾ എന്നെപ്പോലുള്ള ഒരു പയ്യൻ 1988 ഇപ്പോൾ 36 വർഷങ്ങൾക്ക് മുൻപ് എടുത്ത ഡോക്യുമെൻ്ററി വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം നെന്നൻ പിള്ള ഉയർത്തിയ പ്രസക്തി, നെന്നൻ പിള്ള എന്ന നാടകത്തിൻ്റെ പ്രസക്തി ഇന്നും വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്ന എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ട്. സുപ്രീം കോടതി എന്ന നാടകത്തിലൂടെ ഗാന്ധിവധത്തിലെ പ്രതി ഹൈന്ദവ തീവ്രവാദി ഭീകരവാദി ഗോഡ്സെക്കെതിരെ സാക്ഷി പറയുന്ന മഹാത്മാഗാന്ധിയും ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിലൂടെ അന്ധവിശ്വാസത്തിനെതിരായ പോരാട്ടവും ശാസ്ത്രബോധത്തെ ഉയർത്തിയും നാടകാചാര്യൻ നെന്നൻ പിള്ള 1960കളിൽ വേദികളിൽ ഉയർത്തിയ പുരോഗമന പ്രതിരോധം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. സുപ്രീം കോർട്ട് ഈശ്വരൻ അറസ്റ്റിൽ ഇത്തരം നാടകങ്ങൾ, ഒരുപാട് നാടകങ്ങളുണ്ട്. ആ നാടകങ്ങളിലൂടെ നെന്നൻ പിള്ള ഇന്നത്തെ സമൂഹത്തിന് നേരെ ഉയർത്തിയ അനാചാരങ്ങൾക്കെതിരെ മനുഷ്യൻ്റെ ശാസ്ത്രബോധങ്ങളെ ഉന്നിയാണ് അത് ഈശ്വരൻ അറസ്റ്റിൽ അവതരിപ്പിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഗാന്ധിയെ സാക്ഷി നിർത്തി ഗോഡ്സെയെ വിചാരണ ചെയ്യുന്ന രംഗത്തിലൂടെ സമകാലീന ഇന്ത്യയുടെ ദുഷിച്ച മുഖം, അല്ലെങ്കിൽ ഭരണതലത്തിൽ നടന്ന ആ അധികാര കൈമാറ്റങ്ങളിൽ നടന്ന ആ രൂക്ഷതയായ ഗാന്ധി വളരെ വേദനയോടെ നോക്കിക്കാണുകയാണ് ഈ നാടകത്തിൽ. ഗാന്ധി അവതരിപ്പിക്കുകയാണ്, ഗോഡ്സെയെ വിചാരണ ചെയ്യുകയാണ്. ഇത്തരം നാടകങ്ങൾ ഇത്തരം നാടകങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ടിക്കറ്റ് പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കുന്ന ഉത്സവ പറമ്പുകൾ പോലുമല്ല, ആ നാടകങ്ങളിലൂടെ ഈ ജനങ്ങളുടെ മനസ്സിൽ ഒരു നാടക ആചാര്യൻ എന്ന നിലയിൽ തന്നെ കടന്നു കയറിയ അതിതീഷ്ണമായ ബൗദ്ധികത പ്രകടിപ്പിച്ച എഴുത്തുകാരനായിരുന്നു നെന്നൻ പിള്ള. ജാതിമത വ്യവസ്ഥയെയും അഴിമതിയെയും അനാചാരങ്ങളെയും പേടിയില്ലാതെ എതിർത്ത നെന്നൻ പിള്ള തൻ്റെ നാടകത്തിലൂടെ ആധുനിക പുരോഗമന ആശയങ്ങൾ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.